മാർത്താണ്ഡവർമ്മയുടെ കിരീടം, ക്രൗൺ ഓഫ് മാർത്താണ്ഡവർമ്മ. എടാ ശങ്കുവേ, ഇത് കൊള്ളാമല്ലോ. ഇതിന് എന്നാ വില വരും? എന്തിനാ? അല്ല, വല്ല ചുളുവലിക്ക് കിട്ടിയാ മേടിച്ചേക്കാന്ന് വിചാരിച്ചാ. ഡാനിക്കെന്തിനാ മാർത്താണ്ഡവർമ്മയുടെ കിരീടം? ചുമ്മാ ഇരിക്കട്ടെ, സ്കൂളിലൊക്കെ പോകുമ്പോ തല വെച്ചോണ്ട് പോവല്ലോ, ഒരു സ്റ്റൈലിന്. നല്ല രസമായിരിക്കല്ലേ? Excuse me, young gentleman. Yes, gentleman. What is this? This is Martandavarma's crown. Who is he? Sorry, I don't know, sir. This fellow knows everything. What is your name? എന്റെ പേരെന്താ ചോദിച്ചു? മനസ്സിലായി, ഡാനി. Oh, Danny. Very nice to meet you. He belongs to Martandavarma's family. Oh, really? You from royal family? Yes, yes. Oh, royal blood. എന്തോ? Who is this Martandavarma? മാർത്താണ്ഡവർമ്മ. He's a king. He's the king? No. Past tense വരുമ്പോ was a king. Yeah. Which was his kingdom? Kingdom. Yeah. ഇതാണ് കിങ്ഡം. This kingdom? You useless fellow. മാർത്താണ്ഡവർമ്മയുടെ കിരീടം. Om Reem Om. Everybody, give up. Once more, uncle. You want once more? Om Reem Dadam Blam. എവിടെ പോയി? Once more, uncle. Please. Once more. Uncle, No. uncle, please, uncle. No. Once more, uncle. No. Uncle, No. uncle, please, No. uncle. Once more, uncle. മോന്റെ പേരെന്താ? ഇക്രു. ഇക്രു. നൈസ് നെയിം. അങ്കിളുടെ പേരെന്താ? മാജിക് അങ്കിൾ. മാജിക് അങ്കിളോ? അയ്യോ, ലോതര്. ഹലോ ലോദർ. വരാനാ പറഞ്ഞത്.
എന്ത് പറ്റിയേട്ടാ? ബ്രേക്ക് അടിച്ചു. എന്തുപറ്റിടാ? ബ്രേക്ക് അടിക്കുന്നു. ആ, നീ കടിയൊക്കെ മാറ്റിട്ട് അങ്ങ് വന്നാ മതി. ഓടറാ, ഓടറാ. കുരുത്തം കെട്ടവനെ ഈ സൈക്കിളൊക്കെ കുറയ്ക്കണമെന്ന് എന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞ അനുസരിക്കാവോ? വിടത്തില്ല നിന്നെ ഞാൻ. കുരുത്തം കെട്ടവൻ എങ്ങനെ കൊണ്ടുവരാണ് പ്രസംഗം? എന്നെ ഒന്ന് വിടാൻ പറ മുത്തശ്ശ. അയ്യോ, എന്നെ വിടാൻ പറ മുത്തശ്ശ. അടിച്ചു തന്നെയാൻ. അതിന് അവന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ സൈക്കിൾ മറിഞ്ഞത്. നീ ഇതൊരുമാതിരി ശംഖുവിന്റെ സൈക്കിളാ ഇക്രു കേറിയത്. ഞാൻ വിളിച്ചല്ല, ജീപ്പ് മുട്ടിയ സൈക്കിൾ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, ആ ജീപ്പ് നിങ്ങൾ കണ്ടതല്ലേ? ആ ജീപ്പിന്റെ മുന്നിലാണ് ഞങ്ങൾ സൈക്കിൾ കൊണ്ടുപോയി വെച്ചത്. ജീപ്പിന്റെ നിറം എന്തായിരുന്നു? ആഷ് കളർ. ജീപ്പിൽ എത്ര പേരുണ്ടായിരുന്നു? 2 ആള്. അവരെ ഇനി എപ്പോഴെങ്കിലും കണ്ടാ തിരിച്ചറിയുമോ? ഇല്ല. ജീപ്പിന്റെ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇല്ല. ഡാനിക്ക് ചിലപ്പോ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നീ ആ മിടുക്കൻ. സൈക്കിളിന് തല്ലി അടിച്ച് വീഴുന്നുണ്ടെങ്കിൽ ജീപ്പിന്റെ നമ്പർ നോക്കാനല്ലേ നേരം. എടാ നീ ഇനി മുത്തശ്ശനോടല്ലേ പറഞ്ഞത്? അടി കൊള്ളു നീ. അതെ അതെ, അവൻ എന്നോടല്ലേ പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ മട്ടും മാതിരിയും കണ്ട കിരീടം മൂട്ടിച്ചോണ്ട് പോയത് ഈ പിള്ളേരാണെന്ന് തോന്നുമല്ലോ. നിങ്ങൾ പോയി കളിച്ചോടാ മക്കളെ. ഇവരിങ്ങനെയൊക്കെ പറയും. പാവങ്ങൾ അവരെന്ത് വിളിച്ചു? നീ എങ്ങോട്ടാ? കളിക്കാൻ. വേണ്ട വേണ്ട, നിനക്ക് ഇന്നിന് കളിയില്ല. ചട്ടുകാലും വെച്ചോണ്ടാ കളിക്കാൻ പോണു. വീട്ടിൽ പോടാ. ടെൻഷൻ പറ്റാൻ ഇനി 2 മാസം കൂടെ ഉള്ളൂ. അതിനിടയിൽ ഒരു കിരീടമോഷണം. അച്ഛാ, അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ കേസിന്റെ ഫയലൊക്കെ എടുത്ത് എന്റെ ഇത്താ. ഒരാഴ്ച കൊണ്ട് കള്ളന്മാരെ തൂക്കിയെടുത്ത് ഞാൻ കൈത്തരാം. അച്ഛന് മാനമായിട്ട് പെൻഷൻ പറ്റുകയും ചെയ്യാം, അല്ലേ? അല്ല, അത് പിന്നെ വിശ്വാസം ഉണ്ടോ? ഉള്ളത് പറഞ്ഞ വിരോധം തോന്നുവോ? ഇല്ല. എന്നാലേ ഇക്കാര്യത്തില് എനിക്ക് നിന്നെ വിശ്വാസമില്ല. മുമ്പ് കിടന്ന് ഉറങ്ങാം. ഡാനി, നിന്നെ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ദേ ഈ കമ്പ് മുറി വിടണം. കരയണ്ട. അതിന് ഇക്രമോനെ എന്ത് പഴിച്ചു? എന്നെങ്കിലും ഞാൻ എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ? അന്ന് എന്തെങ്കിലും ഒരു പുഴുവാളുണ്ടാവും. തല്ല് വരുമ്പോ അത് നിൽക്കിട്ട് പിരിക്കും. എന്നാലോ കിരീടം മോഷ്ടിച്ചതാരായിരിക്കും? ആ ജീപ്പിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാൻ നമുക്ക് തോന്നിയില്ലല്ലോ. നീ ആയിരുന്നോ പോലീസോ? എടാ മണ്ട, നമ്മുടെ മിടുക്കൊല്ല കള്ളനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലല്ലേ? കേൾക്കുമ്പോ തന്നെ ഒരു രസമല്ലേ? ആ, കേൾക്കുമ്പോ നല്ല രസാ. ഇനിയിപ്പൊ കളർ വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എല്ലാ ജീപ്പിനും കളർ ആഷ് തന്നെയാ. അപ്പൊ അത് നടപ്പില്ല. ആ ജീപ്പ് ഒന്ന് കണ്ടുപിടിക്കുക എന്താ ഒരു മാർഗം? ഇക്രമോൻ എന്താ പറയുന്നേ? വെള്ളക്കുതിര. ജീപ്പ് ജീപ്പ്. ജീപ്പോ? ആ ജീപ്പ്. ആ ജീപ്പ് കണ്ട എനിക്കറിയാം. ജീപ്പ് ജീപ്പ് എനിക്കറിയാ. എങ്ങനെ പറ ഇക്രുമോൻ പറ. പറയാം പറയാം. ഈ കമ്പ് മുറി കൂടട്ടെ. മുറി കൂടി. പറയടാ കുട്ടാ.
പറ മോനെ, നമുക്ക് കല്ലനെ പിടിക്കണ്ടേ? നല്ല കുട്ടനല്ലേ, ഇക്രമോൻ പറ. പറയടാ കുട്ടാ. ആ ജീപ്പിന്റെ മുന്നിലെ ഒരു കുതിര ഉണ്ടായിരുന്നു. കുതിരയോ? എന്ത് കുതിര? വെള്ള കുതിര. അതിനെ ഞാൻ പിടിച്ചോണ്ടിരുന്നപ്പല്ലേ ചേട്ടൻ എന്നെ വഴക്കുറഞ്ഞത്. ഇതല്ല, ഇല്ല, വെള്ളം കുതിരൊന്നുമില്ല. വാടാ പോവാ. அந்த பசங்களுக்கு சந்தேகம் குதிரை வச்ச ஜீப்பை தேடுறாங்கன்னு தோணுது. போலீஸ்காரன் வீட்டு பசங்க, அவங்க கண்ணுல நம்ம படக்கூடாது. ஜாக்கிரதை. വാൻ, അംബാസഡർ, ഹോണ്ട, മെറ്റഡോർ, അംബാസഡർ. അംബാസഡർ. ആ ദാണ്ടാ ഒരു ജീപ്പ്. വാടാ. കുതിരയില്ല. കുതിരയില്ല. പോടാ വരിക. എന്റെ അമ്മോ, മടുത്തു. ആ ജീപ്പ് ഇവിടെ അല്ലെന്നാ തോന്നുന്നത്. കള്ളന്മാരെ പിടിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ലടാ. മോനെ ഐസ്ക്രീം. ആ ഫാനും ഇപ്പൊ ഇങ്ങോട്ട് വരണം. അവന്മാരെ ഇടിച്ച് ചെരുപ്പെടുത്തി കളയും. ആളെ കൈ കിട്ടിയാലേ ഫാൻഡ് പിടിക്കൂ. ആളെ കണ്ടുപിടിക്കാൻ മാൻഡ്രക്കാൻ മിടുക്കൻ. ഓ പിന്നെ ചോപ്പോടുള്ള സുൽത്താനെ കണ്ടുപിടിച്ചാരാ? ഫാൻഡമാ, ഫാൻഡം. ഒറ്റ ഇടി സുൽത്താന്റെ മോന്റെ നിറയെ തലയോട്ടി. അത് ശരിയാ, പക്ഷെ ഫാൻഡത്തിന് ബുദ്ധിയില്ല. ബുദ്ധി മാൻഡ്രക്കിനാ. ഇന്റർനെറ്റിലെ തലവനാരാ? മാൻഡ്രക്ക. ഓ അത് പള്ളി പറഞ്ഞാ മതി. ഓജോയാ. എടാ, കുതിര, വെള്ള കുതിര. ചങ്കു, അത് തന്നെ ജീപ്പ്, അത് തന്നെ ജീപ്പ്. ദാൻ പൂടു വാ. കുതിര. ദാ മൂന്ന് വാ. എന്താ സി വാ. അതാ അവനവിടെ ഇരിപ്പുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. പോയി മുത്തശ്ശനെ വിളിച്ചോണ്ടോ. അങ്ങനെ അങ്ങ് പേടിച്ചാലും ഞാനില്ലടാ. നാണം ഇല്ലാതെ എല്ലാവരുടെയും കിരീടം മോഷ്ടിച്ചോണ്ട് പോയിട്ട് അതൊക്കെ പറ.
തിന്നട്ടെ തിന്നട്ടെ, ഇന്ന് എന്ത് വേണമെങ്കിലും തിന്നട്ടെ. നാളെ തുടങ്ങി ഗോമുട്ട തിന്നാനുള്ളതല്ലേ. എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. എന്തേ കാശുണ്ടോ? പിന്നെ 20 rupees. എന്ത് വേണമെങ്കിലും കഴിച്ചോ.